ഹേ ഗൈസ്, വെൽക്കം ടു നാച്ചു വ്ളോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് വിസ്പർ ചലഞ്ച് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. സോ ഈ ഹെഡ്സെറ്റിൽ നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യും. എന്നിട്ട് ഓപ്പോസിറ്റ് ചെയ്യുന്ന നല്ല കിഡിലൊരു ഡയലോഗും കൊടുക്കും. അത് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് വരണം. അതുപോലെ തന്നെ ഒരു സിനിമ പേര് കൊടുക്കും, അതും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് വരണം. അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. ഗൈസ്, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. റെക്കോർഡിംഗ് ആണോ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ പറയുന്നത് എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. അതാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടാ. ഡയലോഗ് പറയുമ്പോ എവിടെ പോണം? പറയട്ടെ. ഇതെന്ന് നീ ഇവിടെ കാണിക്കുന്നുണ്ടോ? എന്ത് എന്താ ഉണ്ടാ ഉണ്ടാ ദൂരേട്ട് വയ്യട്ടെ. എനിക്ക് ഇവിടെ പറയുന്നില്ല. ഇവിടെ ചുമ്മാ ലിപ്പ് മാത്രമാണ് നിൽക്കുന്നുള്ളൂ. രണ്ടുപേരും ലിപ്പ് മാത്രമാണ്. എനിക്ക് പാട്ട് നിന്നത് നന്നായി. അടുത്ത വരി സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറ്. കണ്ടോ? ഇത് പറ്റത്തില്ല കേട്ടോ, ഭയങ്കര പാടാ ഇത്. ഇങ്ങനെ തുറക്കാൻ പറ്റൂല. അയ്യോ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലഡു ലഡു തരാൻ എടുത്താൽ എഴുതാൻ എനിക്ക് എഴുതാൻ എനിക്ക് എഴുതാനല്ലേ ഒരാള് വായിക്കാൻ അറിയത്തില്ലല്ലോ സാറേ. കിട്ടി കിട്ടി. ഗസ് ചെയ്തെടുത്തേ, കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. മാധവൻ കള്ളന എങ്ങനാ കള്ളനായ കഥയൊന്നും കേട്ടതറിയില്ല. ഈ ഡയലോഗാണ് ഞാൻ പറയാൻ പോകുന്നത്. മാധവൻ എന്താണ് എന്താ ഇങ്ങനെ ഞാനും പറഞ്ഞ മാധവൻ കള്ളനാ, പക്ഷെ മാധവൻ കണ്ടൊന്നും ചെയ്തിട്ട് പോയിട്ടില്ല. എന്താ ഇവിടെ ചൂടില്ലേ? ശരിക്കും വിശക്കലോട്ടോ, കാറ്റ് പറയാനിരിക്കല്ലേ. ഓമിനടുത്തേ ഞാൻ പോവാ. ആ രമണിയച്ചക്ക് ഒരു ഉരുളി കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. നിക്ക്, ചായ കുടിച്ചിട്ട് പോടാ. മാധവൻ എങ്ങനാ കള്ളനായത്? മാധവൻ കള്ളനാ എങ്ങനാ കള്ളനായത്? കഥ എല്ലാവർക്കും കൂടെ എല്ലാരും കൂടെ വരുന്നുണ്ടെന്ന് എന്താണ് എല്ലാരും ഇങ്ങനെ മേലെ കയറി കയറി പോയി. ഏട്ടൻ അറിഞ്ഞൂടാ. ചേട്ടൻ ചേട്ടൻ കേട്ടോ? ചേട്ടൻ അറിഞ്ഞൂടാ. എല്ലാരും കൂടെ ചേട്ടൻ കൂടെ ചേട്ടൻ അറിഞ്ഞൂടാ. ചേട്ടൻ അറിഞ്ഞൂടാ. മാധവൻ കള്ളനായ കഥ എങ്ങനെയാ ചേട്ടൻ അറിഞ്ഞൂടാ?
ഞാൻ ഇപ്പൊ കണ്ടോളാം, ഇൻസ്റ്റയിൽ ഒരുപാട് ഗൈസ് ഈ അടുത്തത് ആമിയാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. കേക്കാം. ഞാൻ പറഞ്ഞത് കേട്ടാ? ഇല്ല, അത് കേട്ടില്ല, അത് കേട്ടില്ല. കേക്കാം. ആ. ഇപ്പൊ എന്തൊരു ആത്മാർത്ഥത വൈകിയേ, ആത്മാർത്ഥത ഭയങ്കര തുടങ്ങിയോന്നോ? നീങ്ങളല്ലേ ചോദിക്കുന്നേ? ആമയുടെ അവിടെ ചോദിക്കാൻ വന്ന സാഗർ എന്ന മിത്രത്തിനെ നിനക്കറിയും, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ഓക്കെ നിക്കുന്ന കണ്ടു ഞാൻ താൻ ഞാൻ അണ്ണൻ സൂപ്പർ സ്മൈലോ അല്ല സോറി താൻ സാർ സാറേ താഴെ ഇല്ലതാ ഞാൻ പറഞ്ഞുതരാം. സാമ്പാർ ഇത് പൊട്ടനാ ഇത് വേണ്ട ഇത് വേണ്ട ലാലേട്ടൻ സാഗർ ഏലിയസ് ജാക്കൽ സാഗർ എന്ന മിത്രത്തെ നിനക്കറിയാം. എന്നെ പറ്റി ഭാഷ എന്ന മിത്രത്തെ എന്ന സാഗർ എന്ന എന്താ എന്ന എത്ര എന്ന മിത്രത്തെ നിനക്കറിയൂ. സാഗർ എന്ന മിത്രത്തെ മേനഞ്ഞാന്ന് സാഗർ എന്ന മിത്രത്തെ ഭയങ്കര എന്താ മിണ്ടാത്തെ മിണ്ടാത്തെ ഇതിന്നൊന്നും പറയില്ല കാര്യം. മിണ്ടാത്തെ ടൈം ഉണ്ട് അതേ കൊച്ചിനില്ലായിരുന്നല്ലോ ഞാൻ പെട്ടെന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ കേൾക്കാത്ത സാഗർ എന്താ മിണ്ടാത്തേന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ. ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ജാക്കി എന്ന ശത്രുവിനെ ചന്തുവിനെ രാവിലെ മക്കളെ ശത്രു ചന്ദ്രേ ശത്രു 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 നിനക്കറിയില്ല. നിനക്കറിയില്ല. ഫുള്ളായിട്ട് പറ. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയില്ല. ആ ജാക്കി അല്ല സൗണ്ട് ജാക്കി എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. സാഗർ എന്ന മിത്രം സാഗർ എന്ന മിത്രത്തെ നിനക്കറിയുള്ളൂ. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയുള്ളൂ. ജാക്കി എന്ന ശത്രുവിനെ സാഗർ എന്ന ശത്രുവിനെ അറിയില്ല. ജാക്കി എന്ന ജാക്കി എന്ന ശത്രുവിനെ അറിയില്ല. ജാക്കി എന്ന ശത്രുവിനെ അറിയില്ല. ഇത് നാട് മൊത്തം കേട്ട് കഴിയും. നാട് മൊത്തം അറിയുന്നത്. എന്നാ എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ തുടച്ചതല്ലേ തോന്നി. ഓക്കെ അങ്ങനെ അത് എങ്ങനെയൊക്കെയോ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതല്ല സാഗർ എലിയസ് ജാക്കി. സാഗർ എലിയാസ് ജാക്കി. ഞാൻ ചന്തുവിനെയൊക്കെ ചിന്തിച്ചോയി. സാഗർ എന്ന് പറയുമ്പോഴേ ചിന്തിച്ചൂടെ. അപ്പൊ ഗായ്സ് ഈ റൗണ്ടില് ഫസ്റ്റ് നീനു ആണ്. അവള് വളരെ പെട്ടെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ കൊടുത്തിട്ട് സെക്കൻഡ് എന്തായാലും എനിക്ക് എന്റെ ഡയലോഗ് ഭയങ്കര ഇത് ഞാൻ ആമിക്ക് തന്നായിരുന്നെങ്കിലോ ഇന്ന് നാളെ പറഞ്ഞില്ലേ. സെക്കൻഡ് എനിക്ക് വേണം. അത് ഞാൻ എടുക്കുക. തേർഡ് ആമിക്ക് അത് പറയേണ്ട ആവശ്യമില്ല. ഗായ്സ് ഈ നാട് മൊത്തം അറിഞ്ഞിട്ടുണ്ട്. സിനിമ പേര് ഞാൻ തോക്കും. ആ. എനിക്ക് പറയുന്നു. അടുത്ത സിനിമ പേര്. അടുത്ത സിനിമ പേര് റൗണ്ടോ ഫസ്റ്റ് ആമിയട്ടെ. ഞാൻ തന്നെ കുറച്ച് ചെവി. അത് കഴിഞ്ഞ് നീ ചെയ്തോ. ലാസ്റ്റ് ഞാൻ ചെയ്യാം. സിനിമ സൂക്ഷ്മദർശിനി. സൂചി സൂക്ഷ്മദർശിനി. സുമിത്ര സൂക്ഷ്മദർശിനി. സുമതി വളവ് അല്ലേ? സൂക്ഷ്മദർശിനി. സൂക്ഷ്മദർശിനി. പറഞ്ഞിട്ടുണ്ട് ഗായ്സ്. നമ്മൾ പറയാൻ പോകുന്നത് അയ്യപ്പനും കുറിച്ച്. അന്ന
അയ്യപ്പന് കോശിയും. നമ്മൾ അടുത്ത് ചോദിക്കുന്ന രേഖാചിത്രം. അതായിരുന്നു ഞാൻ വേറെ ആയിരുന്നു. നക്ഷത്രം. രേഖാചിത്രം. സിനിമാ പേരാണോ? രേഖാചിത്രം. നീല നക്ഷത്രം. രേഖാചിത്രം. രേഖാചിത്രം. പെട്ടെന്ന് പറഞ്ഞു guys. പക്ഷെ ഇതില് ഞാനാ ഫസ്റ്റ്. അതെ. എന്നോട് രണ്ടെണ്ണം ചോദിച്ചു, ഇതോട് രണ്ടെണ്ണം ചോദിച്ചു. ഇത് ഞാൻ ഞാനിത് രണ്ടാമത്തെ. പെട്ടെന്ന് പറയും. ഇതുകൂടെ കേൾക്കാമോ? കേൾക്കാം. നിങ്ങൾ പതിയെ പറഞ്ഞായിരുന്നു ചുമ്മാ പറയല്ല, എനിക്ക് കേൾക്കാം. നല്ലോണം കേൾക്കാം. കേൾക്കാൻ പറ്റത്തില്ല, കേൾക്കുന്നില്ല. കള്ളല്ല, സത്യം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും കൂട്ടത്തില്. തുടങ്ങട്ടെ? ഓക്കെ, ഞാൻ അടുത്ത പറയുന്ന ലിറ്റിൽ ഹാർട്ട്സ്. കേട്ടില്ലല്ലോ? കേട്ടില്ലല്ലോ? ഇല്ല. പേര് പറയാണ്, സിനിമയുടെ പേരാണ്. അവർ ലിറ്റിൽ ഹാർട്ട്സ്. പീക്കാച്ചി, അതല്ലേ? ലിറ്റിൽ ഹാർട്ട്സ്. നീലത്താമര, ലിറ്റിൽ ഹാർട്ട്സ്. ഉറക്കെ പറ. ലിറ്റിൽ ഹാർട്ട്സ്. ലിറ്റിൽ വാ തുറന്നോളാം. ലിറ്റിൽ എങ്ങനെ തുറന്ന് പറഞ്ഞ? വേറെ കേൾക്കാൻ. ലിറ്റിൽ 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 കീരിക്കാടനോ? ലിറ്റിൽ മലയാള സിനിമ ആണോ? ലിറ്റിൽ. വലിയ വലിയ സിനിമ, വലിയ സിനിമ, ചെറിയ സിനിമ. രണ്ട് വാക്കുള്ളൂ. ഇഷ്കിണ്ട കണ്ട. ഇഷ്ടിട്ടാണ്ടോ? ലിറ്റിൽ ഹാർട്ട്സ്. കിൻഡർ ജോയോ? ലിറ്റിൽ ഹാർട്ട്സ്. ലിറ്റിൽ ലിറ്റിൽ എന്ത്? ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേണം. ഇംഗ്ലീഷ് വേടാ. ഇംഗ്ലീഷ് കൃത്തിക് റോഷനോ? ഇംഗ്ലീഷ് 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 ഇംഗ്ലീഷ്. ഓ മറ്റേ കിങ് ലെയർ. ഇംഗ്ലീഷിലാണ് ചേർത്ത്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലിറ്റിൽ കിങ് ഹാർട്ട്സ്. മാസ്റ്റർ. ലിറ്റിൽ ദിലീപിനോടോ അല്ലേ? അല്ല, പാട്ട് പറ. ഹാർട്ട്സ്. ഹാർട്ട് 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 ഡൂഡ്, ഹാർട്ട് ഹാർട്ട് വാ തുറ. ഹാർട്ട് 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 കടിയോ? ഹാർട്ട് ഹാർട്ട്. ആർട്ട്. അതിന് മുന്നേ ഇപ്പൊ പാട്ട് തീർന്നു. ഇപ്പൊ പുതിയ പാട്ട് വന്നു. കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ടൊരു മൂളിക്കം പോലെ എനിക്ക് മനസ്സിലാവും. ആമി പറയുന്നേ ഇല്ല, അല്ല എനിക്കിപ്പൊ കേൾക്കായിരുന്നില്ല. ഇപ്പൊ വിക്രമാദിത്യനാണ് ഞാൻ പറയുന്നത്. പറയട്ടെ? പറഞ്ഞു. ഇച്ചിരി ഉറക്കെ പറ. വിമാനോ? വിക്രം ആദിത്യൻ. വിക്രം ആദിത്യൻ. വിക്രം. വിക്രം എന്തേ? വിക്രം വേതാളം. വിക്രമാദിത്യൻ. ഇതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കാര്യം. കേൾക്കുന്നില്ലല്ലോ? കേൾക്കുന്നുണ്ടോ കാര്യം? ചെന്തെങ്കിന്റെ കുലയാണെങ്കിൽ ആടും. ഡയലോഗ് ചോദിക്കേ. ചെന്തെങ്കിന്റെ കുലയാണെങ്കിൽ ആടും. ഡയലോഗ് അല്ലേ? ചന്തുവിനെ തോപ്പിക്കാനാവില്ല അല്ലേ? ചെന്തെങ്കിന്റെ കുലയാണെങ്കിൽ ആടും. ചെന്തെങ്കിന്റെ ചേതക്ക് ചേതക്ക് കണ്ട് കണ്ട് ചേതക്ക് 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 ചെന്തെങ്കിന്റെ കൊലയാണെങ്കിൽ എനിക്ക് കിട്ടാ ഡയലോഗ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ടാ. ഇല്ല ഇല്ല. ചെന്തെങ്കിന്റെ കൊലയാണെങ്കിൽ ആടും.
ഉറക്കെ പറ. ചെന്തെങ്ങിന്റെ അവർക്ക് കേൾക്കാൻ പറ്റണം. ആ, അവർക്ക് കേൾക്കാം എനിക്ക് കേൾക്കാൻ ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും. ചെന്തെങ്ങിന്റെ കുല ഡയലോഗാ. മാങ്ങ ചെന്തെങ്ങിന്റെ കുല ആണെങ്കിൽ ആടും. ആട്. ചെന്തെങ്ങിന്റെ കൊലയാണ് ആട് അല്ലേ? അതല്ലെങ്കിൽ പോയാലേ. ഓക്കെ അല്ലേ? ഞാൻ ഇനി എടുത്ത മീനു, ഞാൻ ഡയലോഗ് ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ദാസം ഓരോന്നിനും അതിന്റെ സമയമുണ്ട് മോനെ. കേട്ടോ? ഓരോന്നിനും അതിന്റെ സമയമുണ്ട് ദാസ. അതിന്റെ സമയമുണ്ട് ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. അത് വേണ്ട, വേറെ സിമ്പിൾ സാധനം. അതെല്ലാവരും പെട്ടെന്ന് മനസ്സിലാവും. എന്റെ ഇവരെന്ത് പെട്ടെന്നാ കാര്യം ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്? അത് വേണ്ട, വേറെ ദാസ എന്ന് പറയുമ്പോഴേ മനസ്സിലാവും. കേക്കാവോ? ഞാനിത് ഉള്ളിന്നൊക്കെ പറയാം. കേക്കാവോ? അടുത്ത ചോദിക്കുന്ന നീ എവിടുന്നാടാ വന്ന മരഭൂതമേ? കേട്ടാ? ഇല്ല. നീ തീ, തെങ്ങ, തേന, തീ, നീ. നീ എവിടുന്നാണോ വന്നേ? മരഭൂതമേ ആണോ? ഇവരെങ്ങനെ കാര്യം പെട്ടെന്ന് പറയാതെ എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. ഇതെങ്ങനെ പെട്ടെന്ന് പറയാൻ തോറ്റത് ഞാൻ തന്നെ. സിനിമ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രതികാരം ചെയ്യും ഗൈസ്. ഇതെന്തിനാ എനിക്ക്? എനിക്ക് എന്നെ ഇരിക്കാനുള്ള ചാൻസ് ആയിരുന്നു. എന്നോട് ഇക്ക ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കാം. ഡയലോഗ് അല്ലേ? ഡയലോഗ് അല്ലേ? ഇക്ക എന്നോട് സിനിമയിൽ ഒന്നും ഈ ഒരു സംഭവം കളിച്ച് ഞാൻ ഫുൾ വിലയും പോകും, അത് ഉറപ്പാണ്. ഡയലോഗ് ശരി. അതൊക്കെ അത് ചെങ്ങിയിരിക്കുന്നത് കാട്ടില്ലേ? പാട്ടുണ്ടായിരുന്നു. കേക്കാവോ? അടിയിലല്ലോ. ഒരു പാതിരാത്രി ഞാൻ മണിയറ വാതിൽ വിട്ടുമ്പോഴാണ് നീ പിന്നെന്ത് ചെയ്യും? ഞാനിത് പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷെ ഇവക്ക് അറിയാതെ. പക്ഷെ അനീനോടായിരുന്നു എനിക്ക് ചോദിക്കണ്ടേ. ഇവരുടെ അടുത്ത് എന്ത് ചോദിക്കും? ഒരു ഡയലോഗ് വേണമല്ലോ എനിക്ക്. അവൾക്ക് അറിയാത്ത ചോദിക്കുന്നു. പറയട്ടെ? ഒരു പാതിരാത്രി. രാജമാണിക്യത്തിലെ ഡയലോഗാണ് ഗൈസ് ഞാൻ പറയുന്നത്. ഒരു പാതിരാത്രിക്ക് മണിയറ വാതിൽ കൊട്ടുമ്പോഴാണ് നീ ആരാണ്, നിനക്ക് എന്തിനു വേണമെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒരു പാതിരാത്രി ഒരു പാതിരാത്രി പാതിരാത്രി ഒരു പാതിരാത്രി ഞാൻ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ. ഞാൻ ഒരു പാതിരാത്രി ഞാൻ മണിയറ വാതിൽ അല്ല എനിക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഒരു പാതിരാത്രി ഞാൻ മണിയറ വാതിൽ പടിവാതിൽ മണിയറ വാതിൽ പടിഞ്ഞാറ വാതിലാ മണിയറ വാതിൽ തെക്കേ വാതിൽ വടക്കേ മൂലയിലുള്ള വാതിൽ വെളിയിൽ പോയാ മണിയറ വാതിൽ മണിയറ വാതിൽ വാതിൽ മണിയറ വാതിൽ ഇച്ചിരി കൊണ്ട് നീങ്ങല്ലോ. മണിയറ ഒരു പാതിരാത്രി ഞാൻ
മണിയറ വാതിൽ തട്ടി തട്ടുമ്പോഴാണ് തട്ടിയപ്പോ കണ്ട് ഞാൻ ഞെട്ടി തട്ടിയപ്പോ ഞെട്ടി തട്ടുമ്പോഴാണ് തട്ടിയപ്പോൾ അറിഞ്ഞ് നീ ആരാ നീ ആരാ എന്റെ അമ്മ നീ ആരാ അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ള കലിപ്പ് തീരണില്ലല്ലേ നീ നിനക്ക് എന്ത് വേണം അല്ലേ ഈ ഡയലോഗ് ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ ആ ഉണ്ടോ കറക്റ്റ് ആയിട്ട് പറയണം യവൻ പുലിയാണ് കേട്ടാ നമ്മൾ ഒരു വര കൂടെ വരേണ്ടി വരും അതാ ഒരു പാതിരാത്രി മണിയറ വാതിൽ തട്ടിയപ്പോ തുറന്നപ്പോ ഒരു പാതിരാത്രി മണിയറ വാതിൽ തട്ടി അപ്പോഴാണ് ഞാൻ ആദ്യമായി ഇത് കേൾക്കുന്നത് അപ്പോഴാണ് ഞാൻ ആദ്യമായി കേൾക്കുന്നത് അപ്പോഴാണ് ഞാൻ ആദ്യമായി കേൾക്കുന്നത് നീ ആരാണ് പാട്ടിന്ന് ഒരു പാതിരാത്രി മണിയറ വാതിൽ തട്ടുമ്പോൾ ഡയലോഗ് ഞാൻ തന്നെ പറഞ്ഞു തട്ടിയപ്പോഴാണ് നീ ആരാണ് നിനക്ക് എന്ത് വേണം ഈ ഡയലോഗ് ഞാൻ കേൾക്കുന്നത് ഇത് ഞാൻ കേൾക്കുന്നത് ഒന്ന് ഫുള്ളായിട്ട് പറഞ്ഞേ ഒരു പാതിരാത്രി മണിയറ വാതിൽ തട്ടിയപ്പാണ് ഞാൻ കേൾക്കുന്നത് നീ ആരാണ് നിനക്ക് എന്ത് വേണം നീ ആരാ കേക്കാവോ അവിടെ പോയി പറയണേ ഇല്ലല്ലോ ഉറപ്പല്ലേ കുഞ്ഞിക്കൂനെ അവിടെ നോക്ക് ഇന്ത്യ മോളെ കുഞ്ഞിക്കൂനാണ് കേട്ടത് ഓക്കെ സെൻട്രലല്ലേ അപ്പൊ ആണിക്കരുത് സിമ്പിൾ ഇതാണ് വെക്കാണ് പാടല്ലേ കുഞ്ഞിക്കുക പാടല്ലേ ഒന്നുകൂടെ മാറ്റി പറയാം നമുക്ക് ഇത് സിമ്പിളാ എന്റെ പെട്ടെന്ന് കണ്ടുപിടി അറക്കപ്പൊടി അശോകൻ മനസ്സിലാവുന്നു അരിപ്പൊടി അവരൊക്കെ പറ ഹരികൃഷ്ണൻ ഇല്ലേ കറക്റ്റ് ആയിട്ടല്ലേ ഞാൻ പറഞ്ഞു പേടിച്ച കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ അവർക്ക് വേണ്ടി ഹരികൃഷ്ണൻ തപ്പ് വേണമെന്നല്ലേ പറഞ്ഞേ പഴയത് തപ്പ് വേണമെന്നല്ലേ പറഞ്ഞേ ഹരികൃഷ്ണൻ ആക്ഷൻ ഒന്നുമില്ല ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ഉണ്ടോ എത്ര സിമ്പിൾ പേരാ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ കായംകുളം കൊച്ചു
love you. കായംകുളം കൊച്ചി. ആലോചിച്ച്. പിന്നെ കായംകുളം കൊച്ചി. ആ പിന്നേന്ന് മനസ്സിലായി. കായംകുളം കൊച്ചി. കുറച്ചൊന്നും മനസ്സിലാവുന്നു. കായംകുളം കൊച്ചി. ഷൈലോക്ക്. കായംകുളം കൊച്ചി. കായംകുളം കൊച്ചി. ലവാകുശ. കായംകുളം കൊച്ചി. ആലോചിക്കുന്ന. കായംകുളം കൊച്ചി. ഉദാഹരണ സുജാത. എന്താ ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ പറയാം. അരിമുളം. അരികുളം മലയാളമാണോ പണ്ടത്തെ ഇപ്പോഴത്തെ മീഡിയം പറ. 6 മമ്മൂട്ടി. അതൊന്നും പറയത്തില്ല. അരി ആട് അയ്യപ്പന് കോശി. കായംകുളം കൊച്ചി. ഉദാഹരണ സുജാത. അരിക്കുളം. 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 കായംകുളം കൊച്ചുണ്ണി. കായംകുളം. അരിമുളം. കായംകുളം. കായംകുളം കൊച്ചുണ്ണി. ഞാൻ കണ്ടിട്ടുണ്ടോ? കായംകുളം കൊച്ചുണ്ണി. കായംകുളം. അരി കായംകുളം. ആട്. കറക്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കായംകുളം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറ. കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് നിനക്ക് വിട്ടുതരാം. നിന്റെ പേര് എന്നോട് ആഴ്ചയിൽ മല കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 14 നടന്നില്ലേ ആ കുന്ന്. എല്ലുണ്ടയാ. കായംകുളം. കുളം കുളം. കായംകുളം. അരിമുളം. അരികുളം. കായം. ആട് കാടുകുളം. കായംകുളം. കായംകുളം കൊച്ചുണ്ണി. വലിയ കാര്യം പറയാൻ പറ്റുവാണ്. അവിടെ കണ്ണടച്ചിരുന്ന് എൻജോയ് ചെയ്യുന്നു. എനിക്ക് അരികുളം അരികുളം. ഞാൻ എന്നോട് ചോദിച്ചില്ലേ പടത്തിന്റെ പേര്? ഡയലോഗ് ചോദിച്ചായിരുന്നോ? പാട്ട് തീർന്നു. കേൾക്കുന്നുണ്ടോ? കാണുന്നു. കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങൾ രണ്ടും എന്നോട് ചോദിച്ചു കഴിഞ്ഞു. എന്റെ തീർന്നു. എന്താ ഗുരുവായൂർ അമ്പലം നട കേട്ടാ? ഗുരുവായൂർ അമ്പലം നട. എന്താ ഗുരുവായൂർ അമ്പലം നട. ഉണക്കല് വറുക്കാനിട്ട് വറുക്കാൻ താഴെ ഗുരുവായൂർ അമ്പലം നട. ഗുരുവായൂർ അമ്പലം നട. ഗുരുവായൂർ ചെണ്ടുമല്ലി. 2 രൂപ. മലയാളം പടമാണല്ലോ. ഗുരുവായൂർ അമ്പലം നട. ഗുരുവായൂർ അമ്പലം നട. ഒന്ന് ഉറക്കം പറ. ഗുരുവായൂർ ഉറക്കം പറഞ്ഞാലേ കേൾക്കാൻ പറ്റുന്നു. ഗുരുവായൂർ അമ്പലം നട. കൊല്ലം. ഗുരുവായൂർ അമ്പലം നട. ഗുരുവായൂർ അമ്പലം നട. ഗുരുവായൂർ അമ്പലം നട. സുനാമി. സുനാമി വന്ന് 2002. ചൂട്. ഗുരുവായൂർ അമ്പലം. 2 couples. 2 countries. ഗുരുവായൂർ അമ്പലം നട. എനിക്ക് വേറെന്താ കേൾക്കുന്നത്? അത് പറയാമോ? അങ്ങനെ എന്തെങ്കിലും ഒരു വേണം. വേറെ വാരണമായി അല്ല മലയാളം. ഗുരുവായൂർ അമ്പലം നട. സുനാമി. ഗുരുവായൂർ. ഗുരുവായൂർ. ഗുരുവായൂർ അമ്പലം നടയിൽ. എനിക്ക് മനസ്സിലാവും. ഗുരുവായൂർ. ഗുരുവായൂർ. ഉറക്കപ്പാ. ഗുരുവായൂർ. ആ? ഗുരു. ഗുരു. 2. ഗുരു. ഗുരു. ആ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഗുരുവായൂർ അമ്പലം
ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. കറക്റ്റ് ആയിട്ട് പറയണം. ഗുരുവായൂർ അമ്പലം നടയില്ല. കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പാട്ട് വേണ്ട. ഈ പാട്ട് കേട്ട എന്ത് മനസ്സിലാവും? തമിഴ് ഡപ്പാമുത്ത് പാട്ട് ഇത് കേട്ട ഒന്നും മനസ്സിലാകത്തില്ല. എനിക്ക് എന്റെ ചെവി കറക്റ്റ് ആയിട്ട് തിരിക്കും. കണ്ട എന്റെ ചെവി എല്ലാവരും കഴിഞ്ഞോ ഗൈസ്? അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ മാക്സിമം ഫണ്ണാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തരുന്ന ആ സപ്പോർട്ടും സ്നേഹമാണ് നമുക്ക് എല്ലാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വിജയം നമുക്ക് ഇതുവരെ തെരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷെ എന്റെ മനസ്സില് അല്ല അല്ലല്ല, നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാന്ന് വെച്ചാൽ കറക്റ്റ് വിജയം ആരാന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വിജയത്തിന് സമ്മാനം കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം ഗായ്സ്. പുതിയൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.